Hi all, welcome to Learnino. KTU കെമിസ്ട്രിയുടെ ഗ്രൂപ്പ് എ ആൻഡ് ബിയുടെ പാർട്ട് ബി സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാംസിന് പാർട്ട് എ 3 മാർക്സിൻ്റെയും പാർട്ട് ബി 9 മാർക്സിൻ്റെ 9ൽ തന്നെ പിരിവായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്നുകിൽ 6, 3 അല്ലെങ്കിൽ 5, 4 അല്ലെങ്കിൽ 3, 3, 3 ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് മൊത്തത്തിലൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആസ് യൂഷ്വൽ മൊഡ്യൂൾ 1ൽ നിന്നായിരിക്കും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 9th ക്വസ്റ്റ്യൻ വരിക. വാട്ട് ആർ ഫ്യൂവൽ സെൽ? ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ വിത്ത് ആൻ ആസിഡ് ഇലക്ട്രോലൈറ്റ്. ഫ്യൂവൽ സെൽ എന്താണ്, അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ആസിഡ് ഇലക്ട്രോലൈറ്റിൻ്റെ. ഇത് നമ്മുടെ സിലബസിൽ അതേപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 6 മാർക്കിനാണ്. Fuel cell is a galvanic cell that converts chemical energy of a fuel and an oxidant directly into electrical energy. Chemical energy directly electrical energy ആയിട്ട് convert ചെയ്യുന്നതാണ് fuel cell എന്ന് പറയുന്നത്. It is an electrochemical conversion device. Electrochemical conversion device ആണ്. To produces electricity by converting chemical energy of a fuel and oxidant in the presence of an electrolyte. ഒരു ഇലക്ട്രോലൈറ്റിന്റെ പ്രസൻസിൽ കെമിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഫ്യൂവൽ സെൽസിൽ നടക്കുന്നത്. അപ്പോൾ മോസ്റ്റ് സക്സസ്ഫുൾ ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. അത് 2H2 + O2 gives 2H2O. ഈ ഒരു റിയാക്ഷനിലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് യൂസസ് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ ആൻഡ് ഓക്സിജൻ ആസ് എ ഓക്സിഡന്റ്. ഹൈഡ്രജനെ ഫ്യൂവലായിട്ടും ഓക്സിജനെ ഓക്സിഡന്റ് ആയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 porous graphite electrode with the metal catalyst. Phosphoric acid is used as the electrolyte. Acid electrolyte ആണ് ചോദിച്ചിരിക്കുന്നത്. So phosphoric acid is the electrolyte. Hydrogen and oxygen gas under pressure are continuously passed through anodic and cathodic chamber. The cell operates at a temperature about 150 to 200 degrees Celsius because the ionic conductivity of phosphoric acid is very low at low temperature. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ ഗ്യാസ് ആനോഡിക് കാഥോഡിക് ചേമ്പറിലേക്ക് പാസ് ചെയ്ത് 150 to 200 ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ സെല്ല് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ equation, anodic equation 2H2 gives 4H++ 4 electron, that is oxidation of hydrogen. At cathode, the reduction of oxygen takes place, that is O2 plus 4H++ 4 electron gives 2H2O. So overall എഴുതുമ്പോൾ 4 electron കട്ട് ചെയ്തു കളഞ്ഞു. 2H2 plus O2 gives 2H2O. അപ്പം ആനോഡിക് റിയാക്ഷൻ, കാഥോഡിക് റിയാക്ഷൻ. ആനോഡിൽ ഹൈഡ്രജൻ ഓക്സിഡേഷൻ, കാഥോഡിൽ ഓക്സിജൻ റിഡക്ഷൻ. ഓക്കെ, ഇതാണ് അതിന്റെ ഫിഗർ. അപ്പോൾ ഫിഗർ ഉണ്ടാവണം, ഇക്വേഷൻ ഉണ്ടാവണം, കൺസ്ട്രക്ഷൻ ഉണ്ടാവണം. ഇതിനകത്ത് ഹൈഡ്രജൻ, ഓക്സിജൻ, ദെൻ ഹൈഡ്രജൻ ഇൻലെറ്റ്, ഓക്സിജൻ ഇൻലെറ്റ് അൺയൂസ്ഡ് ആയിട്ടുള്ളത് ഈ ഒരു വാൾവ് വഴി പുറത്തേക്ക് പോകും. ദെൻ ഫോസ്ഫോറിക് ആസിഡ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. Then അതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ മെക്കാനിസം ഓഫ് കൊറോഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ അയൺ ഈസ് കോണ്ടാക്ട് വിത്ത് ആൻ ആസിഡ്. അതായത് അയണിന്റെ കൊറോഷന്റെ മെക്കാനിസം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 3 മാർക്കിന് ചോദിച്ചുകൊണ്ട് തന്നെ വളരെ ബ്രീഫായിട്ട് നമുക്ക് എഴുതാം. നമുക്ക് അയണിന് കൊറോഷൻ സംഭവിക്കാൻ കാരണം ഇറ്റ് ഈസ് ഇനിഷ്യലി എ തിൻ ഫിലിം ഓഫ് അയൺ ഓക്സൈഡ് ഈസ് ഫോംഡ് ഓൺ ദ സർഫസ് ഓഫ് ദ അയൺ മെറ്റൽ. Some cracks are developed on the iron oxide film. The surface of the metal acts as anodic area, whereas interior part acts as cathode. ഇപ്പം ഇരുമ്പ് തുരുമ്പെടുക്കുന്ന കേസിൽ അയണിന്റെ സർഫസ് ആനോഡ് ആയിട്ടും ഇന്റീരിയർ പാർട്ട് കാഥോഡ് ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ആനോഡിൽ Fe gives Fe2++ 2 ഇലക്ട്രോൺ, കാരണം ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. ഇനി the electron thus released to the anode move to cathode through the metal. Those electrons then take up oxygen molecule to form OH. സ്വാഭാവികമായിട്ടും നമ്മുടെ ആനോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് അവിടെ വെച്ച് ഓക്സിജനും വാട്ടറുമായിട്ട് ഇവർ റിയാക്ട് ചെയ്ത് 2OH- പുറത്തേക്ക് വിടും. The Fe2+ ion formed at the anodic area and OH- ion formed at the cathodic area combine to form FeOH
twice. അതായത് Fe2+ഉം OH- കൂടെ ചേർന്നിട്ട് ഫെറിക് ഹൈഡ്രോക്സൈഡ് precipitate ഉണ്ടാവും. Then in the presence of excess oxygen, FeOH twice precipitate easily and get oxidized into yellow rust. In the presence of oxygen, this ferric hydroxide converted into Fe2O3 2H2O. It is otherwise called yellow rust. ഇനി ചില കേസിൽ ഓക്സിജൻ ലിമിറ്റഡ് ആണെങ്കിൽ ആ സമയത്ത് ബ്ലാക്ക് റസ്റ്റ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് Fe3O4 3H2O. ഓക്കെ, അപ്പൊ ഇതാണ് റസ്റ്റിംഗ് ഓഫ് അയൺ സംഭവിക്കുക. അയൺ Fe gives Fe2++ 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ ഓക്സിജനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് OH- ഉണ്ടാവും. ഈ അയണും OH- കൂടെ ചേർന്ന് ഫെറിക് ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് ഓക്സിജൻ ഇറ്റ് കൺവേർട്ടഡ് ഇൻറ്റു യെല്ലോ റസ്റ്റ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ലിമിറ്റഡ് ഓക്സിജൻ ഇറ്റ് കൺവേർട്ടഡ് ഇൻറ്റു ബ്ലാക്ക് റസ്റ്റ്. ഓക്കെ, then next question. Describe the steps involved in electroless copper plating. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻ വരും. ഓർ ക്വസ്റ്റ്യൻസ് ആണ്, 2 ഫുൾ ക്വസ്റ്റ്യൻ വരും. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് എഴുതേണ്ടത്. അപ്പോൾ അതിൽ അടുത്തൊരു പാർട്ടാണ് ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇലക്ട്രോലെസ് കോപ്പർ പ്ലേറ്റിംഗ്. ഇലക്ട്രോലെസ് കോപ്പർ പ്ലേറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ട് പ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. സോ ഇലക്ട്രോലെസ് കോപ്പർ പ്ലേറ്റിംഗ്. In this method, article to be plated is immersed in a plating bath containing copper sulfate. അപ്പോൾ നമുക്ക് ഏതിൻ്റെ മുകളിലാണോ കോപ്പറിനെ കോട്ട് ചെയ്യേണ്ടത് ആ ആർട്ടിക്കിളിനെ നമ്മൾ കോപ്പർ സൾഫേറ്റ് ബാത്തിലേക്ക് ഇമേഴ്സ് ചെയ്യുക. ആ ഒരു ബാത്തിൽ നമ്മൾ അവിടെ റെഡ്യൂസിങ് ഏജന്റ് ആയ ഫോർമാൽഡിഹൈഡിനെ എടുക്കണം. ബഫർ സൊല്യൂഷനായ NaOH, റോച്ചെല്ലി സാൾട്ട്, ഒരു കോംപ്ലക്സിങ് ഏജന്റ് തുടങ്ങിയവയെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനെ അതിനകത്തേക്ക് ഇമേഴ്സ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിഡേഷനും നടക്കും, റിഡക്ഷനും നടക്കും. ഓക്സിഡേഷൻ സംഭവിക്കുന്നത് റെഡ്യൂസിങ് ഏജന്റ് ആയ ഫോർമാൽഡിഹൈഡിനാണ്. നമുക്കറിയാം റെഡ്യൂസിങ് ഏജന്റിനാണ് എപ്പോഴും ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ HCHO ദാറ്റ് ഈസ് ഫോർമാൽഡിഹൈഡ് പ്ലസ് 4OH- gives H2 plus 2HCOO- plus 2H2O plus 2 electron. ഇതാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് എഴുതണം, ഇക്വേഷന് മാർക്കുണ്ട്. ഇനി ആ 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? കാഥോഡ് Cu2+ plus 2 electron gives Cu. Then 2 electron ക്യാൻസൽ ചെയ്യുക, ഓവറാൾ റിയാക്ഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ ആ ആർട്ടിക്കിളിനെ നമ്മൾ കോപ്പർ സൾഫേറ്റ്, റെഡ്യൂസിങ് ഏജന്റ്, ബഫർ ഒക്കെ ഉള്ള ആ ഒരു ബാത്തിലേക്ക് ഡിപ്പ് ചെയ്യുക. ഓക്സിഡേഷൻ, റിഡക്ഷൻ, നെറ്റ് റിയാക്ഷൻ. Then application, it is used in double or multi-layered printed circuit boards in which plating through the holes is required. This is used as a base coated for subsequent electroplating. Numerous consumer goods are coated by this method to create durable, attractive surfaces. Coating substance item, attractive surface made ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യാം. ലിമിറ്റേഷൻ ഹിയർ the complexing agent create difficulties. Also formaldehyde is health hazard to human. ഫോർമാൽഡിഹൈഡും അത്ര നല്ല ഇതല്ല, നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അപ്പോൾ അത് രണ്ടെണ്ണം കുറച്ച് ഡിഫിക്കൽട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Then explain the construction of calomel electrode. Write the Nernst equation for the electrode potential of saturated calomel electrode and it act as a cathode. അപ്പോൾ calomel electrode ഒരു റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. It is an example for secondary reference electrode. This is a metal insoluble salt electrode. ഇനി ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്? ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട് ഇൻ ദ ബോട്ടം ഓഫ് വിച്ച് മെർക്കുറി ഈസ് പ്ലേസ്ഡ്. അപ്പോൾ ആ ഗ്ലാസ് ട്യൂബിനകത്ത് മെർക്കുറി പ്ലേസ് ചെയ്തിട്ടുണ്ട്. മെർക്കുറിക്ക് തൊട്ട് താഴെയായിട്ട് നമ്മൾ മെർക്കുറി ക്ലോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. The remaining portion is filled with normal, desinormal or saturated KCl. ആ ഗ്ലാസ് ട്യൂബിനകത്ത് KCl ഫിൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്തോട്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടി ഒരു പ്ലാറ്റിനം വയർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ സൈഡ് ട്യൂബിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇതാണ് നമ്മുടെ കാലോമൽ ഇലക്ട്രോഡിന്റെ ആ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിനകത്തൊരു പ്ലാറ്റിനം വയർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പൊസിഷനിൽ മെർക്കുറി, തൊട്ടുമേലെ മെർക്കുറി ക്ലോറൈഡ് ഉണ്ട്. ദെൻ ഇതിനകത്ത് KCl ഫിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടിൽ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഫിഗർ വരയ്ക്കണം എക്സാമിന്, ഫിഗറിന് മാർക്കുള്ളതാണ്. ദെൻ വർക്കിംഗ്, ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബോത്ത് ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡായിട്ടും കാഥോഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഇസ് എ കാൾഡ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്.
when it acts as anode, the reaction is 2Hg plus 2Cl minus gives 2Hg2Cl2 plus 2 electron. ഇതാണ് ആനോഡ് ആയിരിക്കുമ്പോൾ ഉള്ള ഇക്വേഷൻ. ഇനി കാഥോഡ് ആയിരിക്കുമ്പോൾ നേരെ തിരിച്ചെഴുതുക. അതായത് Hg2Cl2 plus 2 electron gives 2Hg plus 2Cl minus. Here the electrode potential of the coupled electrode is less than that of calomel electrode. അപ്പോൾ ആനോഡ് ആയിരിക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ, ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും. അപ്പോൾ ആ രണ്ട് ഇക്വേഷനും നമ്മൾ എഴുതണം, അതിന് പ്രത്യേകം മാർക്കുണ്ട്. അപ്പം രണ്ടിനും റെപ്രസെൻറ്റേഷനും ഉണ്ട്. ആനോഡ് ആയിരിക്കുമ്പം ഈ ഒരു രീതിയിലാണ് കലോമൽ ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇക്വേഷൻ എടുത്ത് എഴുതിയാൽ മതി. ദെൻ കാഥോഡ് ആയിരിക്കുമ്പോൾ KCl Hg2Cl2 bar Hg ഈ ഒരു രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ലേൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് E calomel is equal to E0 calomel minus 2.303 RT by NF into log എന്താ Hg2Cl minus the 2 by Hg2Cl2. അപ്പം നമുക്കറിയാം നേരത്തെ പറഞ്ഞ എന്താണ് റിഡക്ഷൻ്റെ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ ലേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. പിന്നെ സോൾട്സിൻ്റെ കേസിൽ 1 ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മെർക്കുറസ് ക്ലോറൈഡും എല്ലാം 1 ആയിട്ട് പോകുമ്പോൾ ഇക്വേഷൻ E calomel is equal to E0 calomel minus 2.303 RT by 2F into log Cl minus എന്ന് വരും. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള കലോമൽ ഇലക്ട്രോഡിന്റെ ലേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Then module 2. Module 2 വന്ന ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാഫീൻ. ഗ്രാഫീൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫീൻ ഒരു electrical conductivity. Graphene has high electrical conductivity. It has high mechanical strength and elasticity. Graphene is 200 times stronger than steel. Graphene has greater stability and very high tensile strength. Tensile strength വളരെ കൂടുതലാണ്. It is suitable for transparent electrode for display screen. Display screen യൂസ് ചെയ്യാറുണ്ട്. Then it has high surface area. Surface area കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എനർജി സ്റ്റോറേജ് ഡിവൈസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗ്രാഫീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രാഫീൻ ഇസ് എ 2-dimensional ഷീറ്റ്. ഒരു 2-dimensional ഷീറ്റാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. അതിൽ ഹെക്സഗണൽ റിങ്സ് ആണ് ഉള്ളത്. എല്ലാ കാർബൺ ആറ്റംസും sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അത് അത്രേ എഴുതിയിട്ട് നമ്മൾ ഈ ഒരു 4 പ്രോപ്പർട്ടിയും കൂടെ എഴുതുക. എപ്പോഴും ഒരു 4 പ്രോപ്പർട്ടി, നമ്മുടെ നാനോ മെറ്റീരിയൽസിൻ്റെ ഒരു 4 പ്രോപ്പർട്ടി വീതം പഠിച്ചു വച്ചേക്കണം. ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, then mechanical strength, high tensile strength, it is suitable for making transparent electrode, then it has high surface area, so it is used in energy storage devices. Then അതിൻ്റെ ബി പാർട്ട്, ഹൗ ഈസ് പോളിപൈറോൾ ഈസ് സിന്തസൈസ്ഡ്. പോളിപൈറോൾ നമുക്കറിയാം, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് കണ്ടക്റ്റിംഗ് പോളിമർ. Polymers which are capable for conducting electricity are called conducting polymers. It is obtained by the polymerization of pyrrole under the influence of free radical anionic or cationic initiator. അപ്പോൾ പൈറോളിനെ എടുക്കുക. പൈറോൾ മീൻസ് ഈ ഒരു 5-membered റിങ്ങിനകത്ത് NH ഗ്രൂപ്പ് വരുന്നവരാണ് പൈറോൾ. അതിൻ്റെ N നമ്പർ എടുക്കുക, ദെൻ അതിനെ ഹീറ്റ് ചെയ്യുക, ദെൻ വി ഗെറ്റ് പോളിപൈറോൾ. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷന് പകുതി മാർക്ക് ഇക്വേഷനാണ് വരുന്നത്. Then properties, it has an excellent thermal, chemical and mechanical property. It can be processed into any desired shape. ഏതൊരു ഷേപ്പിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. It has good environmental stability. നല്ല environmental stability ഉണ്ട്. Electrical resistance decreases with increase in temperature. Temperature കൂടുന്തോറും resistance കുറയും. That means conductivity കൂടും. Application, it is used for making rechargeable battery, for making chemical carrying pipes. It is a good conductor of electricity, and it can be used as a tissue support substrate. അപ്പോൾ ഏതെങ്കിലും ഒരു 2 ആപ്ലിക്കേഷൻ പഠിച്ചു വയ്ക്കുക, ഒരു 3 പ്രോപ്പർട്ടി പഠിച്ചു വയ്ക്കുക, ദെൻ അതിൻ്റെ സിന്തസിസും പഠിച്ചു വയ്ക്കുക. 12th question, explain the construction and working of OLED, organic light emitting diode. 6 മാർക്സിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ഫോം ഓഫ് LED. LEDയുടെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആണിത്. പോളി അനിലിൻ എന്ന് പറയുന്ന കണ്ടക്റ്റിംഗ് പോളിമർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ് thickness is 200 times smaller than human hair. നമ്മുടെ ഹ്യൂമൻ ഹെയറിനെ കാട്ടി 200 ടൈംസ് സ്മോളർ ആണ് ഇതിൻ്റെ തിക്നെസ്. ഇതിൻ്റെ പാർട്സ് വരുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻ എ സബ്സ്ട്രേറ്റ്,
anode, hole transport layer, electron transport layer and a cathode. So OLED is organic light emitting diode. It is an advanced form of LED. It consists of a substrate, anode, hole transport layer, electron transport layer and a cathode. ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം. Substrate. A clear plastic or glass that support OLED is called a substrate. അതായത് നമ്മൾ ബൾബിൽ കാണുന്ന പുറമേ ഉള്ള ആ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഗ്ലാസ് ആണ് സബ്സ്ട്രേറ്റ്. Then anode. When current passes through the OLED, it removes the electron and add holes. അതായത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് പോസിറ്റീവ് ചാർജിനെ ആഡ് ചെയ്യുന്നതാണ് ആനോഡിന്റെ ഫംഗ്ഷൻ. യൂഷ്വലി OLED യൂസ് ചെയ്യുന്ന ആനോഡ് ഇന്ത്യൻ ടൈറ്റാനിയം ഓക്സൈഡ് ITO ആണ്. Then HTL. HTL is the hole transport layer. It is a conductive layer made up of polyaniline. It helps for the transport of holes from anode through LED. It helps the transport of holes from anode through LED. ഇതാണ് HTL ന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് പോളിഅനിലിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. Then ETL, electron transport layer. It is the emissive layer that made up of polyfluorine. Light is produced in the ETL. It helps for transport of electron from cathode through OLED. Electrons transport ചെയ്യാനാണ് ETL help ചെയ്യുക. Then cathode. It ejects the electron when current flows through the LED. LED ൽ നിന്ന് കറണ്ട് പോകുമ്പോൾ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുന്നവരാണ് കാഥോഡ്. യൂഷ്വലി അലൂമിനിയം, കാൽഷ്യം ഒക്കെയാണ് ഇവിടെ കാഥോഡ് ആയിട്ട് നമ്മൾ എടുക്കാറ്. This is the figure. ഇതാണ് ഫിഗർ. ഇതിനകത്ത് ഇതാണ് ഇലക്ട്രോൺസ്, ഇത് ഹോൾസ്. ഓക്കെ, HTL, ETL, ആനോഡ്, കാഥോഡ്, സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു വോൾട്ടേജ് പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഹോള് ജമ്പ് ചെയ്ത് ഇലക്ട്രോണിൻ്റെ അടുത്തേക്ക് പോകും. When a hole meets an electron, recombination takes place and energy is emitted as the form of light. ഒരു ഹോൾ ഒരു ഇലക്ട്രോണും കൂടെ മീറ്റ് ചെയ്യുന്ന സമയത്ത് റീകോമ്പിനേഷൻ നടക്കുകയും അവിടുന്ന് എനർജി എമിറ്റ് ചെയ്യുന്നത് ലൈറ്റിന്റെ ഫോമിലാണ്. അങ്ങനെയാണ് നമ്മുടെ LED വർക്ക് ചെയ്യുന്നത്. When an voltage is applied across the LED, current flows from cathode to anode. During this current flow, electron hole captured by electrostatic force of attraction, recombination of electron with the hole produce light. The wavelength of the light produced depends upon the band gap of the conducting polymer. ഇവിടെ പോളിഅനിലിനാണ് എടുക്കുന്നത്. അതിന്റെ ബാൻഡ് ഗ്യാപ്പ് അനുസരിച്ചിരിക്കും അവിടുത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. Then properties. It is considered as a cold light source. Its power consumption is very less. It is very flexible, thin and small. Generate good quality of light. നല്ല light quality generate ചെയ്യും. More efficient than incandescent and halogen lamps. Application. It is used to make screen of smart watches, mobile phones, laptop, television, etc. They can be used for getting ambient light source. നല്ല ambient ആയിട്ടുള്ള light source കിട്ടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. Then explain the doping in conducting polymers. Doping എന്ന് പറയുന്ന conducting polymersന്റെ ഒരു property, ഒരു classification ആണ് doped conducting polymers. Conductivity of intrinsically conducting polymers can increased by creating a positive charge or a negative charge by oxidation or reduction. അതായത് കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് ആ ഒരു പോളിമറിലെ ഒരു പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ക്രിയേറ്റ് ചെയ്യാം. അത് ഓക്സിഡേഷൻ വഴിയോ റിഡക്ഷൻ വഴിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനത്തെ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. Conducting polymers obtained by this process are called doped conducting polymers. There are two types of doping, p-doping and n-doping. അപ്പോൾ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഓക്സിഡേഷൻ വഴിയോ റിഡക്ഷൻ വഴിയോ പോസിറ്റീവ് നെഗറ്റീവ് ചാർജിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. P-doping is done by oxidation. Positive charge is created during this process. Polarons are formed. Single step process. Single step തന്നെ ഈ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൂയിസ് ആസിഡ് ലൈക്ക് ഫെറിക് ക്ലോറൈഡ് ഈസ് യൂസ്ഡ് ആസ് ദ റിയേജന്റ്. ഇവിടെ യൂസ് ചെയ്യുന്നത് FeCl3 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ വഴിയാണ് P-doping. ഓക്സിഡേഷൻ വഴി പോസിറ്റീവ് ചാർജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. N-doping എന്ന് പറയുമ്പോൾ റിഡക്ഷൻ വഴി. സോ നെഗറ്റീവ് ചാർജ് ഈസ് ക്രിയേറ്റഡ്. Polarons and bipolarons are formed. It is a two-step process. Lewis base like sodium naphthalide is used as the reagent. Sodium naphthalide ആണ് ഇവിടെ reagent ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ വഴി P-doping, റിഡക്ഷൻ വഴി N-doping.
Then module 3 വരുമ്പോൾ question, explain the instrumentation of electronic spectroscopy. Electronic spectroscopy is otherwise called UV visible spectroscopy. അപ്പോൾ അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ ആണ് അതിനകത്ത്. It consists of a source, sample container, amplifier, detector and recorder. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻസ്ട്രുമെന്റേഷനിൽ വരുന്നത്. ഇതാണ് അതിന്റെ ഫിഗർ. ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ദെൻ ഒരു സൊല്യൂഷൻ. എപ്പോഴും നമ്മൾ സ്പെക്ട്രോസ്കോപ്പി കണ്ടുപിടിക്കാനുള്ള സ്പെക്ട്രം എടുക്കാനുള്ള സൊല്യൂഷന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സോൾവെന്റും പ്രിപ്പയർ ചെയ്യുക. ദെൻ ആംപ്ലിഫയർ, ഡിറ്റക്ടർ, റെക്കോർഡർ. നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ വെക്കുക, മാച്ച് ആയിട്ടുള്ള സോൾവെന്റും വെക്കുക. ദെൻ ബീം ഓഫ് ലൈറ്റ്, ഒരു ബീം ഓഫ് ലൈറ്റ് സൊല്യൂഷനിലൂടെയും ഒരു ബീം ഓഫ് ലൈറ്റ് സോൾവെന്റിലൂടെയും പാസ് ചെയ്യിക്കുക. ബിയർ ലാംബേഴ്സ് ലാ അനുസരിച്ച് ഒരു പോർഷൻ അവർ അബ്സോർബ് ചെയ്യും, ബാക്കി ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ കമ്പയർ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുക. ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. UV spectrum is usually taken in very dilute solution. Dilute solutionsലാണ് UV spectrum എടുക്കാറ്. A small portion of the prepared solution is taken in silica cell of 1 cm thickness. 1 cm thickness ഉള്ള സിലിക്ക സെല്ലിലാണ് നമ്മൾ ആ ഒരു സൊല്യൂഷൻ എടുക്കുന്നത്. Matching solvent is also prepared. Both are placed in the spectrometer. Two equal beams of light passed, one through the dilute solution and other through the pure solvent. Then intensities of transmitted light are compared, amplified, detected and recorded in a spectrum. രണ്ട് ഈക്വൽ ബീം ഓഫ് ലൈറ്റ് ഒന്ന് സൊല്യൂഷനിലൂടെയും ഒന്ന് സോൾവെന്റിലൂടെയും പാസ് ചെയ്യിക്കുക. എന്നിട്ട് ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ കമ്പയർ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് ഡിറ്റക്ട് ചെയ്യുക. ഹിയർ ദ ഗ്രാഫ് containing epsilon is plotted against lambda. Lambda is the wavelength. Okay, ഇങ്ങനെയാണ് UV spectroscopy വർക്ക് ചെയ്യുന്നത്. Then application for the detection of aromatic compound, conjugated dienes, etc. For the detection of impurities. Impurities കണ്ടുപിടിക്കാൻ. Study of kinetics of chemical reaction. Chemical reactionന്റെ kinetics കണ്ടുപിടിക്കാൻ used in medical labs. ലാബുകളിലും യൂസ് ചെയ്യുന്നുണ്ട്. Then B question, write any 3 applications of dielectric thermal analysis. It is used to analyze food, pharmaceutical, polymers, plastic, glass, ceramic, protein, etc. ഇതിന്റെയൊക്കെ അനാലിസിസിന് നമുക്ക് ഈ DETA മെത്തേഡ് യൂസ് ചെയ്യാം. Used to identify phase transition temperature like glass transition temperature in polymers. പോളിമേഴ്സിലെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സാധാ ടെക്നിക്കിൽ അത് ഈസി അല്ല. Used to study curing profile of thermostat, flow behavior and phase transition like melting, crystallization, etc. Melting, crystallization, phase transition ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. Used to study epoxy curing process and related rheological properties of fabrication of polymers. Polymersന്റെ പ്രോപ്പർട്ടീസ് ആയ എപ്പോക്സി ക്യൂറിംഗ് പ്രോസസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മെട്രിക് കോമ്പോസിറ്റ് മെറ്റീരിയൽസിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഡയലക്ട്രിക് തെർമൽ അനാലിസിസ് വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിലൊരു 4 ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരു 3 എണ്ണം പഠിച്ചു വെക്കുക. Then 14th question, state Beer-Lambert's law. Then അതിന്റെ കൂട്ടത്തിൽ ഒരു പ്രോബ്ലം ഉണ്ട്. A dye solution of concentration 0.02 molar gives an absorbance of 0.022 at 520 nanometer, while a test solution of the same dye gives an absorbance of 0.044 under same condition. Find the concentration. അപ്പോൾ Beer-Lambert's law നമുക്ക് എല്ലാവർക്കും അറിയാം. When a monochromatic light is incident on a homogeneous medium, അതായത് ഒരു ഹോമോജീനിയസ് മീഡിയത്തിലൂടെ ഒരു ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്, വന്ന് വീണ് തിരിച്ചു പോകുന്ന ലൈറ്റ് ആണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്, അതിന്റെ ഇന്റൻസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ അബ്സോർബിംഗ് സൊല്യൂഷൻ ആസ് വെൽ ആസ് തിക്നെസ് ഓഫ് ദ മീഡിയം. അപ്പം നമ്മൾ ആ ഹോമോജീനിയസ് മീഡിയം എടുക്കുന്ന സമയത്ത് ആ മീഡിയത്തിലെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെയും അതുപോലെ തന്നെ ആ മീഡിയത്തിന്റെ തിക്നെസ്സിനെയും ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഒരു ഹോമോജീനിയസ് മീഡിയത്തിൽ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്ന ലൈറ്റിന്റെ ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ അബ്സോർബിംഗ് സൊല്യൂഷൻ ആസ് വെൽ ആസ് തിക്നെസ് ഓഫ് ദ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് log I0 by IT proportional to CT. I0 is the incident radiation,
IT is the transmitted radiation. It is directly proportional to concentration C and T thickness. In order to remove the proportionality sign, we multiply it with a constant. That constant is called epsilon, that is molar extinction coefficient. Then the equation become log I0 by IT is equal to epsilon CT. ഇതാണ് അതിൻ്റെ ആ ഒരു ബിയർ ലാംബേഴ്സിലാ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എഴുതേണ്ടത്. ഇനി പ്രോബ്ലം നോക്കാം. എ ഡൈ സൊല്യൂഷൻ ഓഫ് കോൺസെൻട്രേഷൻ 0.02 മോളാർ, അതായത് 0.02 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷന് 0.022 ആണ് അബ്സോർബൻസ് കാണിക്കുന്നത്. ആ സൊല്യൂഷനിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെച്ചു. അതിനാണ് ടെസ്റ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ 0.044 ആയിട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ച സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ എഴുതാം. A is equal to epsilon CT. അപ്പോൾ നമുക്കിവിടെ കമ്പയർ ചെയ്ത് നോക്കാം. A1 by C1 is equal to A2 by C2. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അബ്സോർബൻസ്, C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോൺസെൻട്രേഷൻ, A2 സെക്കൻഡ് അബ്സോർബൻസ്, C2 സെക്കൻഡ് കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് C2 ആണ് കണ്ടുപിടിക്കേണ്ടത്. A1ന്റെ വാല്യൂ 0.022, C1 0.02, then A2 0.044, C2 ആണ് കണ്ടുപിടിക്കേണ്ടത്. C2 is equal to 0.04 മോളാർ. അപ്പോൾ കമ്പയർ ചെയ്യുക, ദെൻ ഇല്ലാത്തതിനെ എന്ത് ചെയ്യുക, ഇക്വേഷൻ വഴി കണ്ടുപിടിക്കുക. അപ്പോൾ A1 by C1 is equal to A2 by C2. This is from the equation A is equal to epsilon CT. അപ്പോൾ അവിടെ കോൺസെൻട്രേഷനും അബ്സോർബൻസ് മാത്രമേ മാറുന്നുള്ളൂ, സെയിം കണ്ടീഷൻ. അതുകൊണ്ട് തിക്നെസ്സിന് ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ T is the constant. It is a constant. ഈ ഒരു കോൺസ്റ്റന്റ് ആണ്. Question. Explain how will you apply IR spectroscopy to distinguish between parahydroxyphenol and orthohydroxyphenol. അപ്പോൾ IR സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത് കോമ്പൗണ്ട്സിനെ. അപ്പോൾ എങ്ങനെയാണ് പാരാഹൈഡ്രോക്സിഫിനോളിനെയും ഓർത്തോഹൈഡ്രോക്സിഫിനോളിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഒന്ന് മോളിക്കുലാർ സ്ട്രക്ചർ വെച്ചും ഒന്ന് ഹൈഡ്രജൻ ബോണ്ടിങ് വെച്ചും. അതായത് OH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പാരാഹൈഡ്രോക്സിഫിനോൾ ഷോസ് എ OH സ്ട്രെച്ചിങ് ബാൻഡ് ടു 3200 to 3400. 3200നും 3400നും ഇടയ്ക്കാണ് OH സ്ട്രെച്ചിങ് ആരിൽ വരുന്നത്? പാരാഹൈഡ്രോക്സിഫിനോളിൽ വരുന്നത്. ഇനി ഓർത്തോഹൈഡ്രോക്സിഫിനോൾ എക്സിബിറ്റ് എ ബ്രോഡ് around 3200 to 3400 but also shows intramolecular hydrogen bonding. ഇനി ഇതേ സെയിം ബാൻഡ് എന്താണ് റേഞ്ച് തന്നെയാണ് ഓർത്തോഹൈഡ്രോക്സിഫിനോളിനും കാണിക്കുന്നത്. പക്ഷേ ഓർത്തോഹൈഡ്രോക്സിഫിനോൾ അഥവാ കാച്ചക്കോളിന് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലാണ് വാല്യൂ എങ്കിലും നമ്മുടെ സ്പെക്ട്രത്തിന് ബ്രോഡനിങ് കാണും. അതുവഴി നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Then CO stretching frequency. Both the compounds show CO stretching band around 1200 to 1300 cm inverse, but the exact frequency may vary slightly due to difference in molecular structure. ഇനി CO stretching frequency ആയാലും 1200നും 1300നും ഇടയ്ക്കാണെങ്കിൽ കൂടി എക്സാക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യും? സ്ട്രക്ചർ അനുസരിച്ച് മാറും. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ടും നമുക്ക് വേണ്ടത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു റീസൺ ആണ്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 4-ലെ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് അയൺ എക്സ്ചേഞ്ച് പ്രോസസ്. അപ്പോൾ ഹാർഡ് വാട്ടറിനെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്. അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആർ ഇൻസോളുബിൾ, cross-linked, long-chain organic polymers having microporous structure, where the functional group attached to the chain are responsible for ion exchange capacity. അതായത് അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് എന്ന് പറയുന്നത് ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പോർസ് ഉള്ള പോളിമറുകളാണ്. ഈ പോർസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർക്ക് അവരുടെ അയോൺസിനെ റീപ്ലേസ് ചെയ്തിട്ട്
ഹാർഡ്നെസ് കാസിംഗ് അയോൺസിനെ ഇവരിലോട്ട് എടുക്കാനായിട്ടുള്ള കഴിവുണ്ട്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ RH+ഉം അതിൽ അസിഡിക് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻ ROH-ഉം അതിനകത്ത് ബേസിക് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ വാട്ടറിലോട്ട് കൊടുത്തിട്ട് വാട്ടറിൽ ഹാർഡ്നെസ് കാസിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോർസിൽ നിറയ്ക്കാനായിട്ട് പറ്റും. ഇനി ഇവരുടെ പ്രൊസീജിയർ വരുന്നത് ഇനിഷ്യലി ഹാർഡ് വാട്ടർ അലൗസ് ടു പാസ് ത്രൂ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ടു റിമൂവ്. ആദ്യം നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലോട്ടാണ് പാസ് ചെയ്യുക. അവിടെ വച്ചിട്ട് RH+ കാൽഷ്യത്തിനെ എടുക്കും. എന്നിട്ട് R2CAയും 2H+ ആയിട്ട് മാറും. അതുപോലെ ഹാർഡ്നെസ് കാസിംഗ് ആയിട്ടുള്ള മഗ്നീഷ്യത്തിനെയും അവരെടുത്തിട്ട് R2Mgയും 2H+ ആയിട്ട് മാറും. അപ്പം നമ്മുടെ പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡും സൾഫൈഡുമാണ്. അപ്പോൾ ആ വാട്ടറിനെ ആദ്യം നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ചിലോട്ട് പാസ് ചെയ്യിച്ചപ്പോൾ അവിടെ നിന്ന് കാൽഷ്യം റിമൂവ് ആയി, മഗ്നീഷ്യം റിമൂവ് ആയി. ഇനി അടുത്തത് ഇവരെ ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിലോട്ട് പാസ് ചെയ്യിക്കും. ആ സമയത്ത് ആനിയോൺ എക്സ്ചേഞ്ച് ROH- ക്ലോറിനെ റിമൂവ് ചെയ്യും, സൾഫേറ്റിനെ റിമൂവ് ചെയ്യും, കാർബണേറ്റിനെ റിമൂവ് ചെയ്യും. RCl+OH-, R2SO4 2- plus 2OH-, R2CO3 2- plus 2OH- ഇങ്ങനെയായിട്ട് മാറും. ഇനി ആദ്യം പുറത്തേക്ക് വന്ന H+, അതായത് ഈ റെസിൻസിലുള്ള കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലുള്ള H+ഉം ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിലുള്ള OH- കൂടെ ചേർന്ന് വാട്ടർ ആവും. So this water is called deionized or demineralized water. ഇതാണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡിൽ നടക്കുന്നത്. Then B question. Draw the flow diagram involving sewage water treatment. Sewage water treatment അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഫ്ലോ ഡയഗ്രാം ചോദിച്ചാൽ പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ്, ടെറിഷറി ട്രീറ്റ്മെന്റ്, ഇങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ ഡയഗ്രാം പോകുന്നത്. പ്രൈമറിയിൽ റോ സീവേജ് സ്ക്രീനിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമാക്കും. അതായത് വലിയ ടാങ്കിൽ കെട്ടി നിർത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യും. ദെൻ അതിനെ സെഡിമെന്റേഷൻ നടത്തും. സെഡിമെന്റേഷൻ മീൻസ് അടിയാൻ വയ്ക്കും. ആ സമയത്ത് ഇത് ഡിസോൾവ് ആവാത്ത ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ, അല്ല നമുക്ക് സെഡിമെന്റ് ചെയ്ത് കിട്ടാൻ പറ്റാത്ത ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ആഡ് കൊയാഗുലന്റ് ടു ഫോർ സെഡിമെന്റേഷൻ. ആലം പോലുള്ള കൊയാഗുലൻസ് ആഡ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് പ്രൈമറി ട്രീറ്റ്മെന്റ്. അപ്പോൾ ഈ സ്ക്രീനിങ്ങും സെഡിമെന്റേഷനും ആണ് പ്രൈമറി ട്രീറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആയ ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, UASP പ്രോസസ്, ഈ ഒരു 3 മെത്തേഡിൽ നടത്തും. അത് കഴിഞ്ഞതിന് ശേഷം ടെർഷറി മെത്തേഡ്സ് ആയ പ്രസിപ്പിറ്റേഷൻ, നൈട്രജൻ സ്ട്രിപ്പിംഗ്, ക്ലോറിനേഷൻ. അപ്പോൾ ഇതാണ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഫ്ലോ ചാർട്ട്. പ്രൈമറി ഇൻക്ലൂഡ് സ്ക്രീനിങ്, സെഡിമെന്റേഷൻ, സെക്കൻഡറി ട്രിക്ലിംഗ് ഫിൽറ്റർ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, UASP പ്രോസസ്, തേർഡ് precipitation, nitrogen stripping and chlorination. Then C question. Explain breakpoint chlorination. Addition of chlorine at the break is called breakpoint chlorination. It indicates the point at which free residual chlorine begins to appear. അതായത് നമ്മൾ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഈ ഒരു ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ഒരു 4 പോയിന്റ് ഉണ്ട്, A, B, C, D. അപ്പോൾ A എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വാട്ടറിലോട്ട്. ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ ഓഫ് റെഡ്യൂസിങ് കോമ്പൗണ്ട്സ് ബൈ ക്ലോറിൻ, നമ്മുടെ ആ വേസ്റ്റ് വാട്ടറിലുള്ള റെഡ്യൂസിങ് കോമ്പൗണ്ട്സിനെ എല്ലാം ക്ലോറിൻ ഓക്സിഡൈസ് ചെയ്യും. ദെൻ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് അവർ ക്ലോറോ ഓർഗാനിക് കോമ്പൗണ്ടുകളും ക്ലോറമൈൻസും ഫോം ചെയ്യും. അപ്പോൾ ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുത്തു, ഈ ഒരു പ്രോസസ്സ് നടന്നു, ഈ ഒരു B എത്തിയപ്പോൾ അത് ആ പ്രോസസ്സ് പീക്കിലായി കഴിഞ്ഞ് ഈ ഉണ്ടായ ക്ലോറോ ഓർഗാനിക് കോമ്പൗണ്ട്സും ക്ലോറമൈൻസും ഡിസ്ട്രക്ട് ചെയ്യും. സോ ഡിസ്ട്രക്ട് ചെയ്ത് ഇങ്ങനെ പോകും. ഈ C എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ബ്രേക്ക് പോയിന്റ്. ആ സമയത്ത് നമ്മൾ ആ ക്ലോറിൻ, നമ്മൾ ആദ്യം ആഡ് ചെയ്ത ക്ലോറിൻ ഫുൾ കൺസ്യൂം ചെയ്ത് തീരുന്ന സമയത്ത് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുക്കും. ആ ബ്രേക്ക് പോയിന്റിൽ വെച്ച് കുറച്ച് ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുക്കും. ദിസ് ക്ലോറിൻ ആക്ട് ആസ് എ ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ. ഈ ക്ലോറിൻ
ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ ആയിട്ട് ആക്ട് ചെയ്യുക. അതായത് ഈ വാട്ടർ പ്യൂരിഫൈ ചെയ്ത് ഈ പൈപ്പിലൂടെയൊക്കെ പോകുമ്പോൾ അവിടെ വച്ചുള്ള കണ്ടാമിനേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ യൂസ് ചെയ്യുക. അപ്പം എ, ഓക്സിഡേഷൻ ഓഫ് റെഡ്യൂസിങ് കോമ്പൗണ്ട് ബൈ ക്ലോറിൻ, ദെൻ ഫോർമേഷൻ ഓഫ് chloro-organic compound, then the destruction of that compounds, chloro-organic compound, then at the break point chlorine is added, it acts as a free residual chlorine. ഇതാണ് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. Then next question, list any 3 disadvantages of hard water. Scales and sludge formation in boilers. Boilers like a waste form ചെയ്യും. Hard water cause boiler corrosion. It is not for dyeing, good for dyeing clothes. Clothനൊന്നും കളർ കൊടുക്കാനായിട്ട് ഹാർഡ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. It produce stain in bathroom fittings. Bathroom fittings കണ്ടിന്യൂസ് ഹാർഡ് വാട്ടർ വീണ് കഴിഞ്ഞാൽ സ്റ്റെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് കോസ് വേസ്റ്റേജ് ഓഫ് സോപ്പ് ഇൻ ലോണ്ട്രി. ഒരിക്കലും ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് ചേരുമ്പോൾ പത തരില്ല, അഴുക്കും പോവില്ല. അപ്പം സോപ്പിന്റെ വേസ്റ്റേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Then B question. What is BOD? Give its significance. Biological oxygen demand can be defined as the amount of oxygen required by aerobic microorganism for oxidation of biologically oxidizable matter present in 1 liter of sewage water for a period of 5 days at 20 degrees Celsius. അതായത് 1 ലിറ്റർ സീവേജ് വാട്ടറിലെ ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആയിട്ടുള്ള മാറ്റേഴ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ എത്ര ദിവസത്തേക്ക്? 5 ദിവസത്തേക്ക് 20 ഡിഗ്രി സെൽഷ്യസിൽ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടുന്ന ഓക്സിജന്റെ എമൗണ്ട് ആണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, അതായത് 1 ലിറ്റർ സീവേജ് വാട്ടറിനെ 5 ദിവസത്തേക്ക് 20 ഡിഗ്രി സെൽഷ്യസിൽ ആ വാട്ടറിലുള്ള ഓക്സിഡൈസബിൾ മാറ്റേഴ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടുന്ന ഓക്സിജന്റെ എമൗണ്ട് ആണ് BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. Presence of biologically oxidizable substance like carbohydrate increases BOD. BOD increase ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് കാർബോഹൈഡ്രേറ്റ്. ഇനി BOD അറിയാമെങ്കിൽ നമുക്ക് എക്സ്റ്റെന്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ അറിയാൻ പറ്റും. സോ BOD ആക്ട് ആസ് എ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. Then final question, discuss any 3 method employed in the dispose of e-waste. E-waste dispose ചെയ്യാനുള്ള 3 മെത്തേഡ്. First, recycling. E-waste is dismantled and separated into components like metal, plastic and glass which can then processed for reuse. നമുക്ക് e-waste-നെ സെപ്പറേറ്റ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് റീയൂസ് ചെയ്യാൻ പറ്റും, അതിനെ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ റീയൂസ്. ഫങ്ഷണൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഓർ കമ്പോണൻസ് ആർ റീഫർബിഷ്ഡ് ആൻഡ് റീയൂസ്ഡ്. അതായത് ചില ഇലക്ട്രോണിക് മെറ്റീരിയൽ ചീത്തയായി പോയി കഴിഞ്ഞാൽ അതിനെ വേറെ എന്തെങ്കിലുമായിട്ട് കൺവേർട്ട് ചെയ്ത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ third method is land filling with precaution. Only with precaution land filling is possible. Non recyclable ആയിട്ടുള്ള ഈ വേസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണ്ണിൽ ഫിൽ ചെയ്യാൻ പറ്റും. അത് എൻവയോൺമെന്റിന് ഹാം ആണ്, എന്നാലും നമുക്ക് ലീച്ചിങ് വഴിയോ ടോക്സിക് സബ്സ്റ്റൻസിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടോ ഒക്കെ ലാൻഡ് ഫില്ലിംഗ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 3 മെത്തേഡാണ് പ്രധാനമായിട്ടും ഈ വേസ്റ്റിന്റെ ഡിസ്പോസൽ: റീസൈക്ലിംഗ്, റീയൂസ്, ലാൻഡ് ഫില്ല്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള essay ക്വസ്റ്റ്യൻസ് ആണ്, അതായത് പാർട്ട് B ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു.